പ്രധാനപ്പെട്ട ന്യൂസ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ്? 10ാം ക്ലാസ്സുകാർ അല്ലേ, കുട്ടികൾ തമ്മിലുണ്ടായ അടിപിടി. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആർക്ക് നഷ്ടപ്പെട്ടു? ആദ്യം നഷ്ടപ്പെട്ടത് ആ മരിച്ച കുട്ടിക്ക് തന്നെയാണ്. അവൻ എവിടെ എത്തേണ്ടവനായിരുന്നു അല്ലേ. പിന്നെ അതാദ്യം സ്വന്തം കാര്യം ഞാൻ പറയുന്നു. രണ്ടാമതായിട്ട് ഒരു കുഞ്ഞിനെ വളർത്തി 10ാം ക്ലാസ് വരെ പ്രായം അല്ലേ, ആ പ്രായം വരെ എത്താൻ അച്ഛനും അമ്മയും എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തു വേണ്ടി അല്ലേ. ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതായത് ഒരു അപകടവും ഉണ്ടാകാതെ ആഹാരവും വസ്ത്രവും മറ്റ് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊണ്ടുവന്ന് 10ാം ക്ലാസ് വരെ എത്തിച്ചു അല്ലേ. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും അധ്വാനം വെറുതെയായി, അവരുടെ പ്രതീക്ഷകൾ വെറുതെയായി. ഇനി വലിയൊരു നഷ്ടം പിന്നെ ആർക്കാ സംഭവിച്ചത്? ഇതിലാരൊക്കെയാണോ പ്രതികൾ എന്ന് തന്നെ ഞാൻ പറയാം, പ്രതികൾ എന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്നത്, ആരാണോ ആ കൊല ചെയ്യാനായിട്ട് കാരണമായവർ, അവരുടെ എല്ലാവരുടെയും ജീവിതം നഷ്ടപ്പെട്ടു. അതിനോടൊപ്പം ആ കുട്ടികളുടെ രക്ഷിതാക്കളും അല്ലേ. തീർച്ചയായിട്ടും അതാണ്. എവിടെയാണ് തെറ്റിയിരിക്കുന്നത്? ഈ കുട്ടികൾക്ക് എവിടെയാണ് തെറ്റിയിരിക്കുന്നത്? ഈ കുട്ടികൾ മാത്രമാണോ ഈ പ്രശ്നത്തിന് കാരണം? എനിക്ക് ആദ്യമായിട്ട് എൻ്റെ രോക്ഷം ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് ആ രക്ഷിതാക്കളോട് തന്നെയാണ്. കാരണം അവർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും സ്മാർട്ട് ഫോണാണ് പറയാം. കാരണം അവരുടെ വോയിസ് വാട്സപ്പിലും മറ്റും പ്രചരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച വോയിസ് വരെയാണ് TV-യിൽ കേൾപ്പിക്കുന്നത്. ഫോൺ വാങ്ങിച്ചു കൊടുക്കാനുള്ള ആസ്തി അവരുടെ അച്ഛനും അമ്മയ്ക്കും ഉള്ളത് കൊണ്ട് കൊടുക്കുന്നു. അവരുടെ അമിതമായ വിശ്വാസം, ഇന്നലെ ഞാൻ പറഞ്ഞത് പട്ടത്തിനെ പോലെയാണ്, പക്ഷെ നൂല് നമ്മളുടെ കയ്യിലിരിക്കണം. നമ്മളുടെ വിശ്വാസം അമിതമാവരുത്. കുട്ടികളെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള വിശ്വാസം, അമിതമായിട്ടുള്ള സ്നേഹം അതെപ്പോഴും അപകടത്തിലേക്കേ കൊണ്ടെത്തിക്കും. എങ്ങനെ ജീവിക്കേണ്ടവർ ഭാവി തലമുറയാണ് ഇന്നിവിടെ നിൽക്കുന്നു. ഇനി ആ കുട്ടികൾക്ക് ഒരു ഭാവി ഉണ്ടാകുമോ? നല്ലൊരു ഭാവി ഇല്ല, ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ഇനി അത് കേസ് ഏത് രീതിയിൽ 18 വയസ്സില്ലാത്തത് കൊണ്ട് അവർക്ക് പ്രത്യേക ജയിലല്ലല്ലോ, അവരെ പഠിപ്പിച്ച് അവരുടെ മോശമായ സ്വഭാവം മാറ്റിയെടുക്കാനുള്ള ശ്രമം. അങ്ങനെയുള്ള കുട്ടികൾ എവിടെ ചെന്ന് ചേരുമെന്നും അറിയാമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചപ്പോൾ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. സിനിമകൾ വെറും സിനിമകൾ എന്നുള്ള രീതിയിൽ കാണില്ല, വെറും കഥകൾ മാത്രമല്ല, ഓരോരുത്തരുടെയും ജീവിത പാഠങ്ങൾ കൂടിയാണ് അതിൽ പറഞ്ഞു തരുന്നത്. ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്ത് തരം സിനിമകളാണ് കാണുന്നത്? വയലൻസിൻ്റെ അങ്ങേയറ്റമാണ് ഓരോ സിനിമകളിൽ. ഞാൻ വലിയ ഹീറോ ആകും, അതുപോലെ ഞാനും ആകും എന്നുള്ള കാഴ്ചപ്പാടും അതിന് എന്നുള്ള അനുകരണവുമാണ്. ഈ അനുകരണമാണ് ഈ പ്രശ്നങ്ങൾക്ക് വലിയ ഇതായി മാറുന്നത്. അനുകരിക്കുകയാണ് കുട്ടികൾ. കാരണം എല്ലാത്തിലും അവർ കാണുന്നത് ഇപ്പോഴത്തെ സിനിമകൾ കൂടുതലും ഈ അടി ഇടി, എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്തോ മോശം സംഭവിക്കും എന്നുള്ള ആ കാഴ്ചപ്പാടാണ് അല്ലേ. ഇതിൽ പറയുന്ന കൂട്ടമായിട്ട് ആക്രമിച്ച് ചത്തുപോയി കഴിഞ്ഞാൽ കേസെടുക്കില്ല, ഒരു കുട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവൻ ആ അറിവ് എവിടുന്ന് കിട്ടി? എങ്കിൽ കൂട്ടമായി ചേർന്ന് ഒരാളെ ആക്രമിക്കുന്നത് ശരിയല്ല എന്നുള്ളത് അവൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. എന്തായിരിക്കും യഥാർത്ഥത്തിൽ? എന്തിൻ്റെ പേരിലാണെങ്കിലും നമ്മൾ രക്ഷിതാക്കൾ ഇപ്പോഴും അവരെ ശ്രദ്ധിക്കണം. കുട്ടികളാണ്, അവരുടെ പ്രായത്തിൻ്റേതാണ്, അവർക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. കുട്ടികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ പറയാം, നിങ്ങളുടെ എന്ത് പ്രശ്നവും പരിഹരിക്കാൻ നിങ്ങൾക്ക് ഇത്രയും നാളും എല്ലാം ചെയ്തു തന്ന നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് കഴിയും. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ രക്ഷിതാക്കളുമായി സംസാരിക്കുക അല്ലേ. നിങ്ങളിപ്പോൾ എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞു, എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത്
ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും ഒരാളൊരു വഴക്ക് പറഞ്ഞ് തല്ലാൻ വന്നു, രക്ഷിതാക്കളോട് പറയും. നിങ്ങളായിട്ട് അതിനൊരു പോം വഴി കാണുന്ന രക്ഷിതാക്കൾ എന്ത് വലിയ പ്രശ്നമായാലും നിങ്ങൾ പറയും. നിങ്ങളുടെ ഇനിയിപ്പോൾ നിങ്ങളെ വീട്ടുകാർ തല്ലും എന്ന് പേടിയുണ്ടെങ്കിൽ പോലും നിങ്ങൾ പറയുക. ആ പറയാൻ കാണിക്കുന്ന തൻ്റെ ഇടം ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ ഹീറോയിസം. അതാണ് ഹീറോയിസം. അല്ലാതെ ചെന്ന് തല്ലുന്നതിലോ വഴക്കിടുന്നതിലോ ചീത്ത പറയുന്നതിലോ ഒന്നുമല്ല ഹീറോയിസം. അത് ആർക്ക് വേണമെങ്കിലും ആവാം. തൻ്റെ പ്രശ്നങ്ങൾ തൻ്റെ രക്ഷിതാക്കളോട്, തങ്ങൾക്ക് 18 വയസ്സാകുന്നിടം വരെ അത് ചെയ്യണം, പിന്നീടും ചെയ്യാം, അതിൽ വേണ്ടെന്നല്ല. തൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ മറ്റെവിടുന്നെങ്കിലും ഉള്ള ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ അത് രക്ഷിതാക്കളോട് സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും നേരിട്ട് രക്ഷിതാക്കളെ വിളിച്ച് അമ്മ അല്ല അച്ഛൻ വിളിച്ച് കാര്യം പറയും. അതൊക്കെയാണ് നല്ല നട്ടലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന് ഞാൻ പറയും. അത് വെറുതെ പറയുന്നതല്ല. അതിനൊരു തൻ്റെ ഇടം വേണം. ആ തൻ്റെ ഇടം വേണം ആദ്യം കുട്ടികൾക്ക് ഉണ്ടാവാൻ. ചിലപ്പോൾ ചില വീടുകളിൽ അച്ഛന്മാർ സ്ഥലത്ത് കാണില്ല, ചില വീട്ടിൽ അമ്മമാർ സ്ഥലത്ത് കാണില്ല. അവർ ജോലിയുടെ ആവശ്യത്തിന് പോകുന്നവരായിരിക്കും. അപ്പോൾ എന്ത് പ്രശ്നമുണ്ടോ നിങ്ങൾ അച്ഛനെ അമ്മ ഫോൺ ചെയ്താലും പറയുക. മറ്റാരും നിങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ ഉറപ്പായി നിങ്ങളുടെ കൂടെ നിൽക്കും. കാരണം അവർക്ക് നിങ്ങളെ അത്രയ്ക്ക് വിശ്വാസമാണ്, ഇഷ്ടമാണ്. കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ രക്ഷിതാക്കളും ശ്രമിക്കണം. നിങ്ങൾ പറയണം, എൻ്റെ കുട്ടികൾ, നിങ്ങൾ എൻ്റെ കുട്ടികളാണ്, നിങ്ങളെക്കാളും വലുതായിട്ട് ഞങ്ങൾക്കൊന്നുമില്ല, നിങ്ങളുടെ എന്ത് പ്രശ്നവും ഞങ്ങളുടെയും പ്രശ്നമാണ്, അത് നമുക്ക് ഒരുമിച്ച് നേരിടാം എന്ന കരുത്ത് നിങ്ങൾ രക്ഷിതാക്കൾ കുട്ടികൾക്കും കൊടുക്കണം. എന്താണ് യഥാർത്ഥ ഹീറോയിസം എന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഫോൺ അനാവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒഴിവാക്കി കൊടുക്കുക. ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത് സ്നേഹത്തിൻ്റെ ഒരു രൂപമായിട്ടൊന്നും കാണുകയേ ചെയ്യരുത്. ആവശ്യമില്ലാത്തവ ഒഴിവാക്കുക ജീവിതത്തിൽ നിന്ന്, പ്രത്യേകിച്ചും കുട്ടികളുടെ. എങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം നമുക്ക് അപ്പോൾ തോന്നുന്ന വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ അല്ലേ. നമുക്ക് ചുറ്റുപാടുള്ള സാഹചര്യം അതാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. തെറ്റാണോ ശരിയാണെന്ന് പിന്നെ ആലോചിക്കുകയുള്ളൂ. ഇതിവിടെയും അതാണ് സംഭവിച്ചത്. ആലോചിക്കാതെ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ തെറ്റിലേക്ക് പോകുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? വേറെ ഒന്നും ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് പറയാൻ തോന്നുന്നില്ല.